ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കോംബോ ബിരിയാണീന് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് പനീർ വേണം. അപ്പോൾ പനീർ ആദ്യം ഒന്ന് മാരിനേഷൻ ചെയ്യാം നമുക്ക്. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക്, അതിട്ടിട്ടൊന്ന് മിക്സ് ആക്കുക. ഒരു 1/4 ടീസ്പൂൺ മതി മുളക് പൊടി. മല്ലിപ്പൊടി ഒരു മഞ്ഞൾപ്പൊടി ഒരു 2 നുള്ളു മതി. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പാനിൽ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. കുക്കിംഗ് ഓയിൽ ഏതായാലും മതി. ഇതൊന്ന് ചൂടാക്കി എടുക്കാം, ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടേണ്ട വരും. രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആവണ വരെ മതി. ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഞാനൊരു 3/4 കിലോ അരിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിനായിട്ട് കുറച്ച് ബട്ടർ ഇടണം. ഇത് ബട്ടറിലാണ് ശരിക്കും തയ്യാറാക്കാം. അപ്പോൾ ഫുൾ ബട്ടർ ഇടേണ്ടവർക്ക് ഫുൾ ബട്ടർ ഇടാം. ഞാൻ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. ഒരു 50 ഗ്രാം ബട്ടർ ഇടുന്നുണ്ട് അതിൽ. ബട്ടർ ഇട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ ബട്ടറൊന്ന് ഉരുകിയതിന് ശേഷം നമുക്ക് ആദ്യം ഉള്ളിനത് ഒരു സവാള, അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഉള്ളി. അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഉള്ളി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, അത് അരിഞ്ഞത് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്, ചതച്ചാലും മതി. ഇഞ്ചി ഇടുന്നുണ്ട്, അതായത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതും അരിഞ്ഞത് തന്നെയാണ്, സ്ലൈസ് ആക്കിയിട്ട്. അത് ചതച്ചിടണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിടാം. ഞാൻ പക്ഷെ എങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, അതിൻ്റെ പച്ചക്കുത്തൊന്ന് പോയതിന് ശേഷം, പച്ചമണം ഉണ്ടാവില്ല, അതൊന്ന് പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ വേണം. വെജിറ്റബിൾ സാധാരണ നമ്മൾ ഇടാറുള്ളതല്ല. അതിൽ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത് 3 തരം ഉണ്ട്. 3 കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ട്. ഒന്ന് പച്ചയുണ്ട്, പിന്നെ റെഡ് ചുവപ്പുണ്ട്, പിന്നെ ഒന്ന് മഞ്ഞയുണ്ട്. പിന്നെ അതിലേക്കൊരു 3 പച്ചമുളകും വേണം. പിന്നെ ഒരു തക്കാളി വേണം. ഒരു കാന്തിയാണ് അതിലിട്ടിട്ടുള്ളത്. പിന്നെ ഒരു 200 ഗ്രാം പനീർ നമുക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 200 ഗ്രാം മഷ്റൂം ഉണ്ട്. ഇത് ബട്ടൺ മഷ്റൂമാണ്. ഇത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെക്കണത്. നമുക്ക് ആ പനീർ എടുത്തതിന് ശേഷം ഇതിട്ടൊന്ന് വാട്ടണം. ഇത് പനീർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഒരു സൈഡൊക്കെ കുറച്ച് ഇങ്ങനെ ബ്രൗണായി. അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൽ നമുക്ക് ആ മഷ്റൂം ഇട്ടിട്ടൊന്ന് വാട്ടണം. ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക.
1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ. ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് തയ്യാറായിട്ടുണ്ട്. ഉള്ളിയൊക്കെ അതിൻ്റെ മണമൊക്കെ മാറി. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇടാം. തക്കാളി ഇടാം. തക്കാളി ഒന്നും വെന്തുടയണ്ട, വെറുതെ മണം പോയാൽ മതി. ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് ഓരോന്നോരോന്നായിട്ടിടാം. ഇത് ചുവന്ന ക്യാപ്സിക്കാണ്. ഇതാ 2-3 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ്. പിന്നെ ഒരെണ്ണം ഇത് ഗ്രീൻ ക്യാപ്സിക്കം, ഒരെണ്ണം യെല്ലോ ക്യാപ്സിക്കം. അപ്പോൾ നല്ല കളർഫുള്ളായൊരു ബിരിയാണി തയ്യാറാക്കുന്നത്. ഇത് കുറച്ച് ചിലവുള്ളതാണ്, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാമല്ലോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ല ന്യൂട്രീഷ്യസാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇതൊന്ന് വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് വാടണ വരെ നമുക്ക് ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇതെല്ലാം നന്നായി ഒന്ന് വാടിയിട്ടുണ്ട്. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല അതിൻ്റെ മണം. അപ്പോൾ അത് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മസാല ഇടേണ്ട വരും. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. അതിന് ശേഷം ഈ വാട്ടി വെച്ചിട്ടുള്ള മഷ്റൂം അതിലിടുക. മഷ്റൂം. പിന്നെ ഇത് പനീറൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതും കൂടി ഇടാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ അരി, ഇത് ഒരു 3 ഗ്ലാസ് അരിയുണ്ട്, ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. ഇത് ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതൊന്ന് ഇതിലിടാം. നന്നായി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. അത് ഫുള്ള് ഇതിലിട്ടതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇത് 3 ഗ്ലാസ് അരിന് അപ്പോൾ ഒരു 6 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ചിലപ്പോൾ ഇത്തിരി കൂടുതലും കുറവാകും. അപ്പോൾ നിങ്ങൾ ഇത്തിരി കൂടുതൽ തിളപ്പിച്ചിട്ട് കുറച്ച് ബാക്കി വെച്ചാൽ മതി. കാരണം അരിയിലെ വേവ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, പലയിടത്ത് കിട്ടുന്ന അരിയും പലതരത്തിലുള്ളതായിരിക്കും. ഇപ്പം മിക്സായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് തിളയ്ക്കുന്ന തിളച്ച വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇനി വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാമല്ലോ. കൂടുതലായാൽ പിന്നെ പ്രശ്നമായി. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് പനീറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത്തിരി കുറച്ചിട്ടിട്ട് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി വേണ്ടി വരും. ഇതിലേക്ക് ഒരു ലിംബുവിൻ്റെ വലിയ ലിംബുണെങ്കിൽ പകുതി, ചെറിയ ലിംബുണെങ്കിൽ ഒരെണ്ണം വേണ്ടി വരും. അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെക്കേണ്ടി വരും. പിന്നെ ഞാൻ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച്
കാഷ്യൂ അണ്ടിപ്പരിപ്പ് പിന്നെ ഇത് എന്താ പറയുക മുന്തിരിയൊക്കെ ഒന്ന് ഇതിൽ കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ചൂടാവുമ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പിട്ടിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് 2 തരം മുന്തിരിയുണ്ട്, വെളുത്തതുണ്ട് കറുത്തതുണ്ട്. ഒരു കോംബോ ആയ കാരണമാണ് ഞാൻ പല കളറുള്ളത് ഉപയോഗിച്ചത്. ഈ മുന്തിരിയൊക്കെ ഒന്ന് വലുതാവും, വീർത്ത പോലെയാവും ചൂട് തട്ടുമ്പോൾ. ഇപ്പോൾ നന്നായി തിളച്ച് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ചെറിയ രീതിയിൽ വയ്ക്കാം. ചെറുതിയിൽ വയ്ക്കാം. ഇതെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓഫ് ചെയ്യാതെ നമുക്ക് ലാസ്റ്റ് ഇടേണ്ടത്. നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല വൃത്തിയായി. ഞാൻ ആ വെള്ളം മുഴുവൻ ഒഴിച്ചിട്ട് ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട വരും. എന്നിട്ട് ലേശം ഗരം മസാല ഇടുക. അതിൽ ഒരു 1/2 ടീസ്പൂൺ. ഇത് ഗരം മസാല പൊടിച്ചതല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ളത് കുറച്ചിട്ടാലും മതി കേട്ടോ. അക്ക മസാല അത് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം. കുറച്ച് ഗരം മസാല ഇട്ടു. അതിൻ്റെ മേലെ ഡ്രൈ ഫ്രൂട്ട് നമുക്കിടാം. പിന്നെ കുറച്ച് മല്ലിത്തൈ. നമ്മുടെ ഡിഷ് തയ്യാറായി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി കഴിച്ച് നോക്കുക. കുറച്ച് ചിലവ് കൂടിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ല ന്യൂട്രീഷൻ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയറും ചെയ്യുക. ഓക്കെ.